എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറും നേന്ത്രപ്പഴവും വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മൾ ഹൽവ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നേന്ത്രപ്പഴവും ചോറും വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അധികം പഴുക്കാത്ത പഴം നമ്മൾ എടുത്താൽ ചെറിയൊരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അരിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. 250 ml അളവ് കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു അളവ് കപ്പ് നിങ്ങളുടെ ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ടെടുത്താൽ മതി. ബാക്കി ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 4 ഏലക്കായാണ്. ഏലക്കായുടെ ഈ ഒരു തൊലി കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒന്നും കട്ടകളൊന്നും വരാതെ നല്ല പോലെ തന്നെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചോറാണ്. ചോറ് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് ചോറ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുത്തരി ചോറാണ്. നിങ്ങൾക്ക് വെള്ള അരിയുടെ ചാക്കരി ചോറ് വേണമെങ്കിൽ എടുക്കാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ 2 കപ്പ് ചോറ് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. 2 കപ്പിന് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാൻ ഈ ചോറും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് ഈ ഒരു ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ്, ചോളത്തിൻ്റെ പൊടി. അത് ഞാനൊരു 1/4 കപ്പ്, അതായത് ഒരു 3.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കോൺഫ്ലോർ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു നേന്ത്രപ്പഴത്തിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടയൊക്കെ പോയി കിട്ടും. കൈ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ തരികൾ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഇല്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. 2 അച്ച് ശർക്കര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. ശർക്കര ഒന്ന് ഉരുകി വരാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ശർക്കര നമുക്കൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ശർക്കര ഉരുക്കി എടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചിട്ടെടുക്കണം. കാരണം ശർക്കരപ്പാനിക്കകത്ത് ചെറിയ ചെറിയ കരടുകളൊക്കെ കാണും. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കുക കേട്ടോ. ഇനി അത്യാവശ്യം നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. വേറെ ഓയിലൊന്നും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഈ ഒരു നെയ്യിലേക്ക് നേന്ത്രപ്പഴത്തിൻ്റെയും ചോറിൻ്റെയും ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഈ ഒരു മിക്സ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഒരുക്കി ഒന്ന് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക.
ശർക്കരപ്പാനിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങും. ഇതുപോലെ അത്യാവശ്യം ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ആദ്യമേ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ട് വീണ്ടും ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതിലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 35 to 40 മിനിറ്റാണ് നമുക്കിതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഹൽവയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പാനിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഹൽവ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഒട്ടും തന്നെ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ആ ഒരു പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്ന ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞും കൂടെ വരണം. ഇതിൻ്റെ ഒരു കറക്റ്റ് പാകമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വല്ല ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്ത് വരുമ്പോഴത്തേക്കും അത് അത്യാവശ്യം നമുക്കൊന്ന് കട്ടിയായി കിട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു പാനിൽ നിന്നൊക്കെ നല്ല പോലെ തന്നെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതുപോലെ റെഡിയായി വന്നതിന് ശേഷം ഈ ഒരു നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ റൗണ്ട് പാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല പോലെ തന്നെ നമുക്ക് നെയ്യോ ഓയിലോ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്വല്പം വെളുത്തുള്ള ഞാൻ ഇതിലേക്കൊന്ന് വെതറി കൊടുക്കുകയാണ്. നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും ഒരു മുകൾ ഭാഗം ഒന്ന് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും കൂടെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിന് ഈ പാത്രത്തിലിരുന്ന് അതിൻ്റെ ചൂട് നല്ലപോലെ പോയതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോറും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ ഏകദേശം ഹൽവ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.